ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് മിക്കാരുടെ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ നമ്മൾ വെളിയിക്കൊന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഒരു 7 o'clock ആയിട്ടുണ്ടാവും. ഇന്ന് മെയിനായിട്ട് ഇക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു AC ഉള്ള പാർക്കിൽ കൊണ്ടുപോകാന്ന്. അപ്പോൾ എല്ലാവരും എക്സൈറ്റഡ് ആയിട്ടാണ് പോകുന്നത്. ഈ ഒരു പാർക്കിന് വേൾഡ് റെക്കോർഡുള്ള പാർക്കാണ് കേട്ടോ. ലോങ്ങസ്റ്റ് AC ഔട്ട്ഡോർ പാത്താണ്. അങ്ങനെ ഞാൻ ഇക്ക പറഞ്ഞ തള്ളാണ് പറഞ്ഞിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് കാണിച്ചു തന്നപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ശരി ഓക്കെ സെറ്റായി. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലോട്ട് എങ്ങനെയാണ് AC എന്ന് അറിയാൻ വേണ്ടിയിട്ട് നടത്താൻ തുടങ്ങി. അങ്ങനെ നടക്കാൻ തുടങ്ങിയപ്പോഴാണ് രണ്ട് സൈഡും ഓപ്പണുമാണ്. എങ്ങനെയാണ് AC നിൽക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ക്യൂരിയോസിറ്റി. അപ്പോൾ നോക്കുമ്പോൾ ഈ താഴെ കണ്ണുണ്ടോ, മോൻ നടന്നു വരുന്ന ഭാഗത്തിലാണ് AC വരുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഒന്നും കയറിയപ്പോൾ ഞങ്ങൾക്ക് വലുതായിട്ട് കൂളിംഗ് ഒന്നും അനുഭവപ്പെട്ടില്ല. പിന്നെ മോന് അധികം കൂളിംഗ് ഒന്നും ഇല്ല പറഞ്ഞപ്പോൾ അവനോട് ചെരുപ്പ് അഴിച്ചിട്ട് നടക്കാൻ പറഞ്ഞു. അങ്ങനെ അവന് ചെരുപ്പ് അഴിച്ചിട്ട് നടക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അവനിക്ക് കുറച്ച് തണുത്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇക്ക ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ തണുത്ത് വരയ്ക്കും, കോട്ടൊക്കെ എടുത്തോന്നാണ് കേട്ടോ. അങ്ങനെ പറ്റിക്കപ്പെട്ടു. അത്ര അധികം തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇക്ക പറഞ്ഞു നല്ല ഹോട്ടായ സമയത്ത് ഇതിലൂടെ പറഞ്ഞാൽ നല്ല കൂളിങ്, അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കഥയും പറഞ്ഞ് നടക്കുമ്പോഴാണ് ഇക്ക പറഞ്ഞത് ഞാൻ ഓടാനാണ് വന്നിരിക്കുന്നത്, നിങ്ങൾ മെല്ലെ കഥ പറഞ്ഞ് വീഡിയോസൊക്കെ എടുത്തിട്ട് പതുക്കെ പുറകിലോ വന്നാൽ മതി, ഞാൻ ഓർഡറിന് വേണ്ടിയിട്ട് ഇക്ക ഓടാൻ തുടങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എത്തിയപ്പോഴാണ് ഞങ്ങൾ ഓർത്തത് കുട്ടികളൊന്നും ഫോട്ടോ എടുത്തിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അവരിനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ വെളിയിലേക്ക് ഇറങ്ങി. അപ്പോഴാണ് വലിയൊരു വീട് കണ്ടത്. അപ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു, ലൈറ്റ് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി എടുത്തു. അതിന് ശേഷം കാറിൽ കയറി ഇരുന്നപ്പോഴാണ് ഷസാദിനെ അപ്പോൾ തന്നെ പാട്ട് വെക്കണം പറഞ്ഞു. അങ്ങനെ ഒരു പാട്ടും അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അങ്ങനെ പാട്ടും വെച്ച് ഞങ്ങൾ ഇങ്ങനെ ജോയ് ആയിട്ട് പോണത് മാളിലോട്ടാണ് കേട്ടോ. കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, അതിനു വേണ്ടി പോവുകയാണ്. ഇക്കായിട്ട് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വന്നാലാണ് നമ്മുടെ സർക്കിട്ട് നടക്കുകയുള്ളൂ കേട്ടോ. അങ്ങനെ നമ്മൾ രാത്രി കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ടാണ് നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. മോൻ പറയുണ്ടായിരുന്നു പർച്ചേസ് ചെയ്യാൻ പോയി പറഞ്ഞ് എന്നുള്ളതാണ്, ചില കാര്യങ്ങൾ മറന്നിട്ട് വരിക. അപ്പോൾ നേരത്തെ തന്നെ എഴുതി വെക്കാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ എഴുതി വെച്ചിട്ടൊന്നുമില്ല, എനിക്ക് നല്ല ഓർമ്മയാണ് പറഞ്ഞിട്ടാണ് കേട്ടോ ഈ പോണത്. പിന്നെ ഇതിൽ കയറിയതും ഓരോരുത്തരും ഓരോ സാധനങ്ങൾ എടുക്കാൻ പോയിട്ടോ. വേഗം തന്നെ വീട്ടിൽ ചിലപ്പോൾ മോനൊക്കെ ഫുഡ് കഴിക്കാതെ വണ്ടിയിൽ കിടന്ന് ഉറങ്ങാനുള്ള ചാൻസ് ഉണ്ട്. അത് കാരണം ഞങ്ങൾ വേഗം വീട്ടിലെത്താമെന്ന് വിചാരിച്ചു. മെയിനായിട്ട് എടുക്കാൻ കയറിയിട്ടുണ്ടായിരുന്ന വെജിറ്റബിൾസ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. കൂടെ ചിക്കനും വെള്ളിയാഴ്ച നമുക്ക് ഒരു വിരുന്നുകാരും കൂടി ഉണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ട ഫുഡിനുള്ള സാധനങ്ങളും കുറച്ച് പർച്ചേസ് ചെയ്ത് വെജിറ്റബിൾസ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഒക്കെ പറഞ്ഞത് വേഗം ഫിഷ് ഒന്ന് നോക്ക്, ഏതാ വേണ്ടതെന്ന് എടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ കൊടുക്കണം, എന്നിട്ട് നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ കിട്ടുള്ളൂ പറഞ്ഞു. അങ്ങനെ ആ ഫിഷ് ഒന്ന് സെലക്ട് ആക്കിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതി. കുറച്ച് വൈകുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുവരെ ഞങ്ങൾ കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്നു കേട്ടോ. അവർക്ക് ചോക്ലേറ്റ് കാര്യങ്ങൾ ചിപ്സൊക്കെ വേണം പറഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ പർച്ചേസ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. പിന്നെ ഈ ഒരു മാളുടെ ഞാൻ മേലത്തെ ഭാഗം പോഷൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി കാണാൻ വേണ്ടിയിട്ട് മേലോട്ട് പോയിട്ടുണ്ടായിരുന്നു. മേലോട്ട് കയറിയപ്പോൾ ഇക്കയും മോനും വരുന്നില്ല പറഞ്ഞിട്ട് താഴെ നിന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ താഴെ ഇറങ്ങി നോക്കിയപ്പോൾ അവരുടെ കാണാനേ ഇല്ല. നോക്കുമ്പോൾ അവരും മേലെ കയറിയിട്ടുണ്ടായിരുന്നു. ഓപ്പോസിറ്റ് സൈഡിലായിരുന്നു അവർ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ അവരിനെ ഒരേ തപ്പലിന് തിരക്കിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ ശേഷമാണ് നമ്മളെടുത്ത വെജിറ്റബിൾസ് ഒന്നും പ്രൈസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് പ്രൈസ് ഇടാൻ പോയി. അതിന് ശേഷം അവിടെ ഒരു പ്രൊമോഷൻ വീഡിയോ നടക്കുകയാണ് കേട്ടോ. അതും കണ്ട് വീട്ടിലൊക്കെ മടങ്ങി ടാറ്റാ ബൈ.